ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വാർഷിപ്പ് മ്യൂസിയം കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഈ വാർഷിപ്പ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ യുദ്ധക്കപ്പലും അതുപോലെ തന്നെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പ്ലെയിനും അതൊക്കെ കിടക്കുന്ന ഒരു മ്യൂസിയമാണ് വാർഷിപ്പ് മ്യൂസിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കർണാടകയിലെ കർവാർ എന്ന സ്ഥലത്താണ്. മംഗലാപുരം ഗോവ ഹൈവേയിൽ തന്നെയാണ്. നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത് നാഷണൽ ഹൈവേയും അപ്പുറത്തെ സൈഡ് വരുന്നത് കർവാർ ബീച്ചുമാണ് കേട്ടോ. ഇവിടെ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്, ഒരു 10 രൂപ ഒരാൾക്ക്. പിന്നെ അകത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിനകത്തൊക്കെ കയറാൻ സാധിക്കും. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. മുകളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അവർ പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് കയറിയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇൻഡോ പാക് വാർ യുദ്ധസമയത്ത് നമ്മുടെ ഈ INS ചാപ്പൽ ആക്റ്റീവായി വാർഷിപ്പിൽ പങ്കെടുത്ത നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പാണ്. ഈ ഷിപ്പിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസൈൽ ലോഞ്ചറാണ് ഇതിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഈ ഷിപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളത് 1976 പിന്നെ ഇത് ഉപയോഗശൂന്യമായ കാരണം കൊണ്ട് ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളത് 5th മെയ്യിലുമാണ് കേട്ടോ, 2005. നമുക്ക് പിന്നെ ഈ വാർഷിപ്പിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണാമെന്നുള്ളതാണ്. അവിടെ നമുക്ക് എൻജിൻ റൂം, എക്സ്റ്റേണൽ ഗൺസ്, അവർ ഉപയോഗിച്ചിരുന്ന യൂണിഫോമുകൾ, അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ റൂം, അതിൻ്റെ എൻജിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഈ മ്യൂസിയത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് 12:30 വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 4:30 തൊട്ട് 6 വരെ, അങ്ങനെയാണ് ഇതിൻ്റെ വിസിറ്റിംഗ് ടൈം ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ എയർക്രാഫ്റ്റായ TU-142M അതാണ് കിടക്കുന്നത് കേട്ടോ. കർവാർ ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇതിൻ്റെ ഷിപ്പിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ആദ്യമായിട്ടാണെങ്കിലും ഒരു യുദ്ധക്കപ്പൽ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പഴയ കാലത്ത് യുദ്ധം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലാതെ അത് ഏത് രീതിയിലാണ്, എങ്ങനെയുള്ള കപ്പലാണ് എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ അതൊക്കെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇവിടെ പോയത് കാരണം ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ, പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടുപോയി ഈ മ്യൂസിയമൊക്കെ ഒന്ന് എല്ലാവരും കാണിക്കണം കേട്ടോ. INS ചാപ്പലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് നമുക്ക് ഇനി ഇറങ്ങിയിട്ട് എയർക്രാഫ്റ്റിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഷിപ്പിനെ മൂവ് ചെയ്യിക്കുന്ന ഫാൻ കണ്ടു, ഇത് കറക്കിയിട്ടാണ് ഈ ഷിപ്പ് മൂവ് ചെയ്യണേ കേട്ടോ. ഇനി മിസൈൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഷിപ്പിൽ ഉപയോഗിച്ചിരുന്ന മിസൈലാണിത്. മിസൈലിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എയർക്രാഫ്റ്റായ TU-142M കാഴ്ചകളിലേക്ക് പോവാം.
നമ്മുടെ ഈ എയർക്രാഫ്റ്റ് ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ളത് 2017 കേട്ടോ. കർണാടക ഗവൺമെൻറ് ചീഫ് മിനിസ്റ്റർക്ക് പ്രൊപ്പോസൽ വെച്ചിട്ട് അവിടെ നിന്ന് ഡിഫൻസ് മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് എന്താ പറയുക സമ്മതപത്രം വാങ്ങിച്ചതിന് ശേഷമാണ് ഈ വാർ മ്യൂസിയത്തിൽ വാർഷിപ്പിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ എയർക്രാഫ്റ്റും വയ്ക്കാനായിട്ടുള്ള ഒരു അനുമതി കിട്ടിയിട്ടുള്ളത്. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് കർണാടക ഗവൺമെൻറ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ എയർക്രാഫ്റ്റ് ഫുള്ളായിട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ടാണ് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ, കർവാറിലേക്ക്. അത് കഴിഞ്ഞിട്ട് നേവിയിലെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇത് റീഅസംബിൾ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. അവർക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കാം അല്ലേ. ഇതിന് ചിലവായിട്ടുള്ള അസംബ്ലിങ് ചാർജും ട്രാൻസ്പോർട്ടേഷനും എല്ലാം വഹിച്ചിട്ടുള്ളത് നമ്മുടെ നേവി തന്നെയാണ് കേട്ടോ. എയർക്രാഫ്റ്റിനകത്തേക്കുള്ള എൻട്രി അലൗഡ് ആയിരുന്നില്ല, എന്നാലും പുറത്തു നിന്ന് എല്ലാ കാഴ്ചകളും കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.